പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം കൂടി പൂട്ടി. തരാനായിട്ടുള്ള ഒരു ഡേറ്റ് ആയപ്പോഴത്തേക്ക് ആളിവിടുന്ന് പോകും. എൻ്റെ ഒരു 26 ലക്ഷം പോയിട്ടുണ്ട്. 10 ലക്ഷം, 50 ലക്ഷത്തിനടുത്തുണ്ട്. ഞങ്ങൾ 3 വർഷമായിട്ട് പലിശയും മേടിക്കുന്നു. എൻ്റെ ഒരു 28 ലക്ഷം രൂപയോളം. ഞാനിവിടെ 7 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിച്ച ഉണ്ടെന്നതിനെക്കാട്ടി കഷ്ടം. പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം കൂടി പൂട്ടി. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവുമായി ഉടമകൾ മുങ്ങി. നിക്ഷേപകരുടെ പരാതിയിൽ പല പോലീസ് സ്റ്റേഷനുകളിലും കേസ് രജിസ്റ്റർ ചെയ്തു. 5 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ നിക്ഷേപിച്ചവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. 600 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. തെളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആസ്ഥാനമുള്ള പുല്ലാട് ജിയാൻ ഫൈനാൻസ് ആണ് പൊളിഞ്ഞിരിക്കുന്നത്. ഉടമകളായ ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു, മകൻ ഗോവിന്ദ്, മരുമകൾ ലക്ഷ്മി എന്നിവരാണ് മുങ്ങിയിരിക്കുന്നത്. നേരത്തെ PRD ഫൈനാൻസ് എന്ന പേരിൽ സഹോദരൻ അനിൽകുമാറുമായി ചേർന്നാണ് ഗോപാലകൃഷ്ണൻ ഫൈനാൻസ് കമ്പനി നടത്തിയിരുന്നത്. ഇതിൽ PRD മിനി, PRD നിധി എന്നിവ ഗോപാലകൃഷ്ണനും മറ്റ് സ്ഥാപനങ്ങൾ അനിൽകുമാറിനുമായിരുന്നു. ഞാനിവിടെ 7 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് കിഡ്നിക്ക് വരെ അസുഖമായിട്ട് എൻ്റെ ചാകം കിടക്കുക. എന്നിട്ട് പോലും ഞാൻ ചെന്ന് ചോദിച്ചെങ്കിൽ പറഞ്ഞു 20-ാം തീയതി തരാം, 15-ാം തീയതി തരാം എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞ് ജീവനോട് കിടക്ക ചെയ്ത് തന്നെ ഞാൻ ചെന്ന് 1.5 ലക്ഷം രൂപ ലോൺ ചോദിച്ചു. അന്നേരം പറഞ്ഞ് ലോൺ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ, കിഡ്നിക്ക് കുഴപ്പമായിരുന്നു, അവനും മരിച്ചു പോയിട്ട് 5 മാസമേ ഉള്ളൂ. ആ കുടുംബമേ പട്ടിണിയാണ്. അങ്ങനെ ഒരു കടുങ്കാപ്പിക്ക് എനിക്ക് നിവൃത്തിയില്ല. എൻ്റെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 50 പപ്പടം കൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങിയത്. ആ കൊച്ചുമക്കൾക്ക് വേണ്ടി. എനിക്ക് വയ്യാത്തവനാണ്. 3 വർഷം കഴിഞ്ഞു. അതിൻ്റെ ആ സമയമായപ്പോഴാണ് ഞാൻ പൈസയ്ക്ക് ചെന്നതും. പൈസ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു 4 ലക്ഷം രൂപയുടെ 2 അവൻ്റെ സ്വർണ്ണം ഇരിപ്പുണ്ട്. എൻ്റെ മരിച്ചുപോയ മോൻ്റെ മോടെ അതും 80,000 എടുത്ത് ബാക്കി 3,20,000 ഇങ്ങോട്ട് 3 ലക്ഷം ഇവിടെ കിടക്കട്ടെന്ന് പറയാൻ സായിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പിച്ച ഉണ്ടെന്നതിനെക്കാട്ടി കഷ്ടം അവർ. ഞാനും പ്രവാസി ജീവിതം കഴിഞ്ഞ് വന്നതാണ്. എൻ്റെ ഒരു 20 ലക്ഷം രൂപയുടെ അടുത്ത് ഇതിനകത്ത് ഡെപ്പോസിറ്റായിട്ട് കിടപ്പുണ്ട്. ഒരു നവംബർ വരെ പലിശ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പലിശയും ഒന്നുമില്ല, മുതലുമില്ല. ഇടയ്ക്ക് ചെന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ചെന്നപ്പോഴാണ് ആൾ പറയുന്നത് ഇതുപോലെ. അതെ, ക്യാഷ് വിഡ്രോ ചെയ്യാൻ ചെന്നപ്പോഴാണ് ആൾ പറയുന്നത് ഇതുപോലെ ആളിന് ഇപ്പോൾ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കുറേശ്ശെ കാശായിട്ട് തിരിച്ചു തരാം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ കൂടി അതൊരു കോംപ്രമൈസ് സ്റ്റോക്കിലേക്കൊക്കെ വന്നിട്ട് 1%, അതായത് മുതലിൻ്റെ 1% വെച്ച് എല്ലാ മാസവും ഒരു 100 മാസം കൊണ്ട് തിരിച്ചു തരാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലൊക്കെയാണ് ലാസ്റ്റ് ആൾ ഒരു മീറ്റിങ്ങൊക്കെ കൂടി പറഞ്ഞത്. അത് തരാനായിട്ടുള്ള ഒരു ഡേറ്റ് ആയപ്പോഴത്തേക്ക് ആളിവിടുന്ന് പോകും. അനിയൻ്റേത് പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ്, അതുവരെ ഈ ചിട്ടിഫണ്ടിൻ്റെ പേര് PRD ചിട്ടിഫണ്ട് എന്നായിരുന്നു. അനിയൻ്റെയും ചേട്ടൻ്റെയും ചിട്ടിഫണ്ടിൻ്റെ പേര് PRD ചിട്ടിഫണ്ട് എന്നായിരുന്നു. അത് കഴിഞ്ഞ് അനിയൻ്റെ പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആൾ ഇത് GNG എന്നുള്ള ഒരു പേരാക്കിയതും. ഇപ്പോഴും ആൾക്കാരുടെ കയ്യിൽ PRDയുടെ റെസിപ്റ്റും ഉണ്ട്, GNGയുടെ റെസിപ്റ്റും ഉണ്ട്. 2 റെസിപ്റ്റും ആളുടെ കയ്യിലുണ്ട്. 50 ലക്ഷത്തിനടുത്തുണ്ട്. ഞങ്ങൾ 3 വർഷമായിട്ട് പലിശയും മേടിക്കുന്നില്ല. ഞങ്ങൾ പലിശ മേടിക്കാതെ അത് ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ മാർച്ച് മെച്ചുവലായിട്ട് മേടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇത് ഞങ്ങളുടെ പൈസയല്ല, ഞങ്ങളുടെ മക്കളുടെ പൈസയാണ്. ഞങ്ങളും പ്രവാസികളാണ്. അച്ഛനും അമ്മയൊക്കെ പ്രവാസികളായിരുന്നു. അത് കഴിഞ്ഞ് കാരണം ഞങ്ങളൊന്നും ഇല്ലാത്തത് പിന്നെയും കയറി വന്നവരാണ്. അത് ഈ കക്ഷിക്ക് അറിയാവുന്നതുമാണ്. അത് വലിയൊരു ചതിയാണ് ചെയ്തത്. ഞങ്ങൾ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും. തരാം എന്ന് പറയും, തരത്തില്ല. ഇത് ആരൊക്കെ ചേർന്ന്? അതിൽ ഗോപാലകൃഷ്ണൻ നായർ, മകൻ ഗോവിന്ദൻ, സിന്ധുവി നായർ, മകള് ലക്ഷ്മി ലേഖ, ഇവർ 4 പേരും ചേർന്നാണ് ഞങ്ങളോട് കാശ് വാങ്ങിച്ചത്. അതിനകത്ത് 4 പേർക്കും തുല്യമായ പങ്കുണ്ട്. ഞങ്ങളുണ്ടാക്കിയത്, ഞാൻ തുണിക്കടയിൽ നിന്ന്, പുള്ളി ഹോട്ടലിൽ നിന്നുണ്ടാക്കിയ കാശാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ് ഉള്ളത്. മക്കളെ 3നും കല്യാണം കഴിച്ചു. ഞങ്ങൾക്ക് ജീവിക്കാൻ വേറൊരു വഴിയില്ല. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പലിശ കൂടുതൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിവിടെ കൊണ്ടിട്ട് ആ പലിശ വാങ്ങിച്ചാൽ ഞങ്ങൾ ചിലവ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരുന്ന് വാങ്ങിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് പേഷ്യൻ്റാണ്. മാസം തോറും മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്കും ഉണ്ട് BP ഷുഗറൊക്കെ ഉള്ള ആളാണ്. ഞങ്ങൾ മരുന്ന് വാങ്ങിക്കുന്നതൊക്കെ ഈ കാശ് കിട്ടുന്നതുകൊണ്ടും ചിലവ് കഴിയുന്നതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ കാലാവധിയായ വെബ്സൈറ്റ് 2 മാസം മുമ്പ് കൊണ്ട് കൊടുത്തതാണ്. അന്നേരമാണ് ഇവർ അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞു അടുത്ത മാസം തരാമെന്ന്. ഇങ്ങനെ 2-3 മാസമായിട്ട് ഞങ്ങളിട്ട് കളിപ്പിക്കുക. അപ്പോൾ ഈ ജനുവരി മാസം മുതലാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടെ ഇങ്ങനെ പൊട്ടലുണ്ടായിരുന്നു, ഇങ്ങനെ കാശ് കിട്ടത്തില്ലെന്നൊക്കെ. അന്ന് മുതൽ ഞങ്ങൾ എൻ്റെ മോളെ ഇവിടെ അടുത്ത് കെട്ടിച്ചിട്ടുണ്ട്. ആ മോളെ വിട്ട് ഞങ്ങൾ തങ്ങി ദിവസം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. ഇതുവരെ ഞങ്ങൾക്ക് കാശ് കിട്ടിയിട്ടില്ല.
ഞാൻ ഈ PRD ഫിനാൻസിലെ അല്ലെങ്കിൽ GNG എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഒരു സ്ഥിര നിക്ഷേപകനാണ്. സ്ഥിര നിക്ഷേപകൻ എന്ന് ചോദിച്ചാൽ ഒരു 3 കൊല്ലമായി. ഇപ്പോൾ എൻ്റെ മെച്ചുറാകാൻ പോയിട്ട് 3 കൊല്ലമാകുന്നു. ഇപ്പോൾ എനിക്ക് 2 മാസമായിട്ട് പലിശയുമില്ല, മുതലും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാനൊരു പ്രവാസിയായിരുന്നു. 15 കൊല്ലോളം ഞാൻ പ്രവാസ ജീവിതം കഴിഞ്ഞ് എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്കത് തിരിച്ച് കിട്ടാനൊക്കാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോയി. എൻ്റെ ഓണർമാരെ ഇപ്പോൾ കാണാനില്ല, അവരെവിടെ പോയെന്നൊരു പിടിയുമില്ല. നിലവിൽ പുല്ലാട്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം നടക്കുകയാണെന്നുള്ള കാര്യം മാത്രമേ നമുക്ക് നിലവിൽ അറിയത്തുള്ളൂ. അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഇതുവരെ. എത്ര രൂപ പോയിട്ടുണ്ട്? എൻ്റെ ഒരു 26 ലക്ഷം പോയിട്ടുണ്ട്. എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് കൂടെ. 35 വർഷം പ്രവാസി ജീവിതം കഴിഞ്ഞിട്ട് കിട്ടിയ ബാലൻസ് കൊണ്ടുവന്ന് വിട്ടിരുന്നതാണ്. എൻ്റെ ഒരു 28 ലക്ഷം രൂപയോളം ഇവിടെ കിടപ്പുണ്ട്. ഇപ്പം ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഞാനും. എന്തോ ചെയ്യാനാന്ന് പറ. പലിശ കൃത്യമായിട്ട് തരുന്നുണ്ടോ? എന്തോ പലിശ എനിക്ക് കഴിഞ്ഞ മാസം ഡിസംബർ വരെ എനിക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം പലിശയും കിട്ടിയിട്ടില്ല, മുതലുമില്ല. RBIയുടെ അംഗീകാരം ഉള്ളതാണെന്നാണ് പറഞ്ഞത്. എന്ത് സർട്ടിഫിക്കറ്റാണ് തന്നിരുന്നത്? സർട്ടിഫിക്കറ്റ് GNGയുടെ ഇപ്പോഴത്തെ പുതിയ സർട്ടിഫിക്കറ്റ്. ഞാൻ ധനസ്ഥാപനത്തിൽ 10 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. എൻ്റെതും അച്ഛൻ്റേതുമായിട്ട് 10 ലക്ഷം രൂപയാണ് അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. എത്ര നാൾ വരെ പലിശ? ഞാൻ ഒക്ടോബർ മാസം വരെ പലിശ മേടിച്ചിട്ടുണ്ട്. അച്ഛനൊക്കെ ഈ ഡിസംബർ മാസം വരെ പലിശ മേടിച്ചു. എത്ര ശതമാനം പലിശ അവർ പറഞ്ഞത്? 16% പലിശയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. കോട്ടയത്തു നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ്. RBIയുടെ പിന്നെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കിട്ടുകയാണ്. ഞാനാണെങ്കിൽ ഒരു 10-7 വയസ്സുള്ള ഒരാളാണ്. പെൺപിള്ളേർ 3, അവരെല്ലാം കല്യാണം കഴിച്ച് വിട്ടു. പിന്നെ ഞാനും വൈഫ് മാത്രമേ വീട്ടിൽ. ഞങ്ങളുടെ വിശ്രമ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാശാണ്. എത്ര രൂപയുണ്ട്? 10 ലക്ഷം. കോട്ടയത്ത് എവിടെയാണ്? കോട്ടയം പനച്ചിക്കാട്. അവിടെ നിന്ന് ഇവിടെ കൊണ്ടിട്ട് എങ്ങനെ പരിചയം? എൻ്റെ മോളെ ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പരിചയത്തിൽ വന്നതാണ്. 2022 അനിൽകുമാറിന്റെ PRD ഫൈനാൻസ് കേസ് പൊട്ടി. പണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ സമരം തുടങ്ങി. ഈ സമയത്ത് ഗോപാലകൃഷ്ണൻ തന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് PRD എന്ന പേര് ബുദ്ധിപൂർവ്വം മാറ്റി GNG എന്നാക്കി. എങ്കിലും പണം വാങ്ങിയതിന്റെ രേഖകളിൽ PRD എന്ന പേരുണ്ടായിരുന്നു. അനിൽകുമാറിന്റെ PRD പൊട്ടിയപ്പോൾ നിക്ഷേപകർ ഗോപാലകൃഷ്ണനെ പണം തിരികെ ആവശ്യപ്പെട്ട് സമീപിച്ചിരുന്നു. എന്നാൽ തന്റെ സ്ഥാപനത്തിന് യാതൊരു കുഴപ്പവുമില്ലെന്നും നിക്ഷേപം സുരക്ഷിതമാണെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു. ഫെബ്രുവരി മുതൽ നമ്മൾ 2% പറഞ്ഞ രീതിയിൽ കൊടുക്കാൻ ആരംഭിക്കാനാണ് പോകുന്നത്. പിന്നെ അഡ്വക്കേറ്റിൻ്റെ നിന്ന് എഗ്രിമെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് 500 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ അതിൻ്റെ എഗ്രിമെൻറ്റ് ശരിയാക്കണം. അത് ഡ്രാഫ്റ്റ് റെഡിയായി കഴിഞ്ഞിട്ട് എല്ലാവരും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതാത് ബ്രാഞ്ചുകളിലേക്ക് അതിൻ്റെ കോപ്പി എത്തിക്കുന്നതായിരിക്കും. ഇനി പറഞ്ഞ പോലെ പാസ്പോർട്ടിൻ്റെ എന്തോ അല്ല ബുധനാഴ്ച എന്നാണല്ലോ പറഞ്ഞത്. ബുധനാഴ്ച അനിയന്റെ ഫൈനാൻസ് പൊട്ടിയിട്ടും തന്റെ സ്ഥാപനത്തിലെ നിക്ഷേപം സുരക്ഷിതമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഗോപാലകൃഷ്ണൻ കൂടുതൽ ധനസമാഹരണം നടത്തുകയും ചെയ്തു. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായി 50ഓളം ശാഖകൾ GNGക്കുണ്ട്. കുറിയന്നൂർ ബ്രാഞ്ചിൽ മാത്രം പ്രതിമാസം 80 കോടിയോളം രൂപ പലിശ ഇനത്തിൽ നൽകിയിരുന്നു. പ്രതിമാസം വാങ്ങാതെ ഇരട്ടിയാക്കി വാങ്ങുന്നതിന് വേണ്ടി നിക്ഷേപത്തിനൊപ്പം പലിശയും ചേർത്തിരുന്നവർ നിരവധിയാണ്. പുല്ലാട്, മാലക്കര, കുളനട എന്നീ ശാഖകളിലും മറ്റുള്ളവയെ അപേക്ഷിച്ച് നിക്ഷേപം കൂടുതലുണ്ടായിരുന്നു. 16% നിക്ഷേപങ്ങൾക്ക് പലിശ നൽകിയിരുന്നത്. തെള്ളിയൂരും പുല്ലാടും നിക്ഷേപങ്ങളുള്ളവരുടെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ബന്ധുക്കൾ വരെ ഇവിടെ പണം നിക്ഷേപിക്കാൻ എത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ വരെ നിക്ഷേപകർക്ക് പലിശ കൃത്യമായി ലഭിച്ചിരുന്നു. SBIയിലുണ്ടായിരുന്ന 35 ലക്ഷം GNGയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത നിക്ഷേപകർ കണ്ണീരൊഴുക്കുന്ന കാഴ്ചയും ഇവിടെ കാണാം. തികച്ചും ആസൂത്രിതമായിട്ടാണ് ഉടമകൾ നിക്ഷേപകരെ കബളിപ്പിച്ചത്. RBI അംഗീകാരമുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന പേരിലാണ് നിക്ഷേപം സ്വീകരിച്ചത്. പക്ഷേ നിക്ഷേപകർക്ക് നൽകിയതാകട്ടെ ക്യാഷ് റെസിപ്റ്റാണ്. ഇതുമായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്നപ്പോഴാണ് തങ്ങൾ വന്നു വീണ ചതിയുടെ ആഴം ഇവർക്ക് മനസ്സിലാകുന്നത്. നിക്ഷേപത്തിന് നൽകിയിരിക്കുന്ന ക്യാഷ് റെസിപ്റ്റിന് വെറും വെള്ളക്കടലാസിന്റെ വില പോലുമില്ലെന്നാണ് പോലീസുകാർ പറഞ്ഞത്. മക്കളുടെ വിവാഹത്തിന്, വിദ്യാഭ്യാസത്തിന്, രോഗത്തിന്, ചികിത്സയ്ക്ക് എന്നിങ്ങനെ പലവിധ ആവശ്യങ്ങൾക്കായി കാലാവധി കഴിഞ്ഞ നിക്ഷേപം തേടിയെത്തിയവർക്കും നൽകിയിരുന്നില്ല. 3 ആഴ്ച മുൻപ് നിക്ഷേപകരുടെ യോഗം വിളിച്ച് പലിശ തരാൻ കഴിയില്ലെന്നും നിക്ഷേപിച്ച തുകയുടെ 1% വീതം 100 തവണയായി തിരിച്ചു കൊടുക്കാമെന്നുമാണ് ഇവർ അറിയിച്ചത്. ജനുവരി 22-ന് തെള്ളിയൂരിലെ ആസ്ഥാന മന്ദിരത്തിൽ നിക്ഷേപകരെ ചർച്ചയ്ക്ക് എന്ന പേരിൽ വിളിപ്പിച്ചിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഉടമയും കുടുംബവും മുങ്ങിയെന്ന വിവരം നിക്ഷേപകർക്ക് മനസ്സിലായതും. പിറ്റേന്ന് വരെ 2 വീട്ടുജോലിക്കാർ ഇവിടെയുണ്ടായിരുന്നു. പിന്നെ ഇവരും അപ്രത്യക്ഷരായി. ആഡംബര ജീവിതമാണ് ഗോപാലകൃഷ്ണനും കുടുംബവും നയിച്ചത്. 6-12 വീട്ടുജോലിക്കാരുണ്ടായിരുന്നു. ആഡംബര വാഹനങ്ങൾ 6 എണ്ണം. 5 ഏക്കർ വരുന്ന വസ്തുവിൽ കുടുംബ വീടും മറ്റൊരു ആഡംബര വീടും.
ഇതെല്ലാം വിറ്റ് കിട്ടിയ പണവുമായിട്ടാണ് ഉടമകൾ മുങ്ങിയത് എന്നാണ് വിവരം.